മാറില്ല. പ്ലീസ് ഡോണ്ട് ടെൽ എനിവൺ ദ ജഡ്ജ്മെൻറ്റ് മാറുന്നു. ജഡ്ജ്മെൻറ്റിന് ഹൈക്കോടതിയിൽ അപ്പീൽ റാറ്റിഫിക്കേഷന് പോവും, അപ്പീൽ അല്ലെങ്കിൽ റാറ്റിഫിക്കേഷന് പോവും. ഹൈക്കോടതി ശരിവച്ചാൽ മാത്രമേ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് സെഷൻസ് കോടതിക്ക് ചെയ്യാനുള്ള അധികാരമില്ല. അങ്ങനെ റാറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ തൂക്കിക്കൊല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ ആ റാറ്റിഫിക്കേഷന് പോവുകയോ ഇവർ അപ്പീലിന് പോവുകയോ ചെയ്യും. ഈ അപ്പീലിന് ഇവർ മെറിറ്റ്സ് നോക്കിയിട്ട് അവിടെ ജഡ്ജ് തീരുമാനിക്കുന്ന അനുസരിച്ചിരിക്കും. അത് കഴിഞ്ഞ് വേണമെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോവാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പ്രസിഡന്റ് ദയാഹർജിക്ക് പോവാം. വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. 27 പേരെ കൊന്ന ഒരു കേസിൽ ഒരു ലേഡി അകത്തിപ്പോഴും കിടപ്പുണ്ട്. അത് വിധി ഇതായിട്ടില്ല, ദയാഹർജിക്ക് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് വിൽ ഹാപ്പൻ. കാരണം ഒരു സ്പെർ ഓഫ് ദ മൊമെൻറ്റ് ആ ലേഡി എന്താണോ തെറ്റ് ചെയ്തത്, ആ തെറ്റ് ചെയ്തതിൻ്റെ മെറിറ്റ്സിന് എന്താണെന്ന് നോക്കി അതിൽ ശരിയും തെറ്റും മെൻസ്ട്രി എല്ലാം നോക്കിയിട്ട് ഒരു കോടതി തീരുമാനിച്ച് അതിൻ്റെ ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പോയി, ആ സുപ്രീം കോടതിയിൽ നിന്ന് ദയാഹർജിയും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. നമ്മൾ വിചാരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഒരാളെ തൂക്കിക്കൊല്ലാം, ഇല്ല, അങ്ങനെയൊന്നുമില്ല.